മഹാകവി കുമാരനാശാൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 100 വർഷം. 1924 ജനുവരി 16 പുലർച്ചെ ആലപ്പുഴ പല്ലനയാറ്റിൽ സംഭവിച്ച ബോട്ട് അപകടത്തിലായിരുന്നു മലയാളക്കരയിൽ മഹത്തായ സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊളുത്തിയ മഹാകവിയുടെ ജീവൻ പൊലിഞ്ഞത്. 1873 ഏപ്രിൽ 12 ചിറയൻകീഴ് താലൂക്കിലെ കായ്ക്കര ഗ്രാമത്തിൽ തൊമ്മൻവിളാകം വീട്ടിലായിരുന്നു കുമാരനാശാന്റെ ജനനം. മലയാള നാട്ടിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതീയതയും അയിത്തവും കുടികുത്തിവാണിരുന്ന കാലഘട്ടത്തിലായിരുന്നു ആശാന്റെ ജനനവും ജീവിതവും. തൂലിക പടവാളാക്കിയ മഹാകവിയായിരുന്നു കുമാരനാശാൻ. ചണ്ടാല ഭിക്ഷുകി എന്ന കവിത അയിത്തത്തിനെതിരായ ശക്തമായ സന്ദേശമായിരുന്നു. വീണപൂവിന്റെ മഹത്തായ സൗന്ദര്യവും സൗരഭ്യവും അനിഷേധ്യമാണ്. അഭിസാരികയായ വാസവദത്തയെ നിർവ്വാണത്തിൽ എത്തിക്കുന്നതിന് ബുദ്ധന്റെ ശിഷ്യനായ ഉപഗുപ്തൻ യമുനാ നദിയുടെ തീരത്തെ കൊടും ഭീകരത നിറഞ്ഞ ശ്മശാനത്തിൽ എത്തുന്നതിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ചുള്ള മഹത്തായ സന്ദേശമായിരുന്നു കരുണ എന്ന ഖണ്ഡകാവ്യത്തിലൂടെ ആശാൻ ലോകത്തിന് നൽകിയത്. പല്ലനയാറ്റിലൂടെ ബോട്ടിൽ അവസാന യാത്ര ചെയ്യുമ്പോൾ സഹയാത്രക്കാരെ ആശാൻ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത് കരുണയായിരുന്നു. ഭാരതത്തിന്റെ അദ്വൈത വേദാന്തവും ശ്രീബുദ്ധന്റെ നിർവ്വാണമെന്ന മഹത്തായ ആദർശവും ഒരു ചരടിൽ കോർത്തിണക്കുന്നതായിരുന്നു കരുണ. കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള റെഡീമർ ബോട്ട് പല്ലനയാറ്റിലെ പുത്തൻകരി ഭാഗത്തെ കൊടുംവളവിൽ മറിയുകയായിരുന്നു. ആശാൻ ഉൾപ്പെടെ 24 മനുഷ്യജീവനുകളാണ് ആറ്റിൽ പൊലിഞ്ഞത്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കുമാരനാശാന്റെ മഹത്തായ മുദ്രാവാക്യം ഇന്നും പല്ലനയാറ്റിന്റെ ഓളങ്ങളിൽ അലയടിക്കുന്നു. സുരേഷ് നാവത്ത്, കണ്ണൂർ 1. കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും. മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.